സുരേഷ് അവിടെ നിൽക്കുന്നുണ്ട്. അവനെ നിനക്കെന്നാ കുഴപ്പം? സുരേഷ് എന്ന് പറഞ്ഞാൽ അവൻ എന്നെ വൃത്തിയായിട്ട് വർത്താനം പറയും. പിന്നെ എന്നെ ചീത്ത വിളിച്ചോ? അല്ലെന്ന് അവൻ എന്നെ കാണുമ്പോഴൊക്കെ പറയും വാടാ പണിക്കുവാ വാടാ പണിക്കുവാ. നിനക്കെന്താ പണി അറിയാനായിട്ട്? അണ്ണാ എനിക്കാണെങ്കിൽ ടാപ്പിംഗ് അറിയാം, വെൽഡിങ് അറിയാം, പെയിന്റിങ് അറിയാം. പിന്നെ ടാപ്പിങ്ങിന് പോകും. വെളുപ്പിന് എഴുന്നേക്കണം, തണുക്കും. എന്നാ പിന്നെ പെയിന്റിങ്ങിന് പോകും. വെളി കയറുമ്പോ തല ഇറങ്ങും. എന്നാ പിന്നെ താഴെ നടി താഴെ ഉറക്കം വരും. എന്നാ പിന്നെ വെൽഡിങ്ങിന് പോടാ. അണ്ണാ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ പുക അടിക്കുമ്പോ ശ്വാസകോശത്തിന്റെ കുട വെട്ട്. എനിക്ക് സംഭവം മനസ്സിലായി. ആരെങ്കിലും അധ്വാനിക്കുന്ന പൈസയും കൊണ്ട് ഓസിന് പുട്ടടിച്ച് ജീവിക്കണം. അണ്ണാ അങ്ങനത്തെ പണി വല്ലതും ഉണ്ടോ? ആരെങ്കിലും അധ്വാനിച്ചിട്ട് നമുക്ക് പൈസ കിട്ടുന്ന പണി? അങ്ങനെ ലോകത്തൊരൊറ്റ പണിയേ ഉള്ളൂ. പബ്ലിക് ഹൗസിന്റെ ഫ്രണ്ട് മേശയും കസേര ഇട്ടിരുന്നാ മതി. ആരെങ്കിലും വരും, അകത്ത് കയറും, അധ്വാനിക്കും, നിനക്ക് പൈസ തരും. അതെന്റെ ടാറ്റസിന്. അയ്യോ, ടാറ്റസിന് പറ്റാൻ അംബാനി അല്ലയോ ഇത്? എന്നാ നിന്നെ എത്ര പെമ്പിള്ളാരെ ഞാൻ കൊണ്ട് കാണിച്ചതാ. കണ്ടുപിടിച്ചോ, ഇത് കണ്ടുപിടിച്ചോ, ഇത് കണ്ടുപിടിച്ചോ. ഇതിനൊക്കെ കണ്ടുപിടിക്കാൻ ഞാനോ? അതല്ലെന്ന്. എടാ, ഈ പെമ്പിള്ളാരെയൊക്കെ നിന്നെ കൊണ്ട് കാണിച്ചതല്ലോ. നിനക്ക് അതിനെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്നാ പറഞ്ഞത്. അണ്ണാ ഒരിടത്തിനെ പിടിക്കാതെ ഇന്ന് കാണുന്നതിനെ ഞാൻ കയറി പിടിച്ചോളാണ്. അയ്യോ, ചെബുക്കല്ലി ആണെന്ന് പറയാം. അതല്ലേ ഞാൻ പറഞ്ഞു, നിനക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നാ.